ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴം വെച്ച് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാം കേട്ടോ. മാമ്പഴം കണ്ടോ, 2 മാമ്പഴം ഉണ്ടായാലും ഒരെണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. തൊണ്ടൊക്കെ ചെത്തി അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കാട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. കുറച്ച് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ അടിക്കാം. അപ്പം ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാമ്പഴപ്പുട്ട്. നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. തൊണ്ടെല്ലാം ഒന്ന് ചെത്തിക്കളയട്ടെ. ഏത് കഴിക്കാത്ത ആൾക്കാരും കഴിച്ചോളൂ ഈ മാമ്പഴപ്പുട്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞോട്ടെ. തൊണ്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണം നമുക്ക്. നമുക്ക് അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട അരയ്ക്കാൻ നേരത്തെ കേട്ടോ. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം നമുക്ക്. ഒന്ന് കറക്കി വരുമ്പോൾ തന്നെ ഇത് അരഞ്ഞു പോരും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. വെയിറ്റ് ചെയ്യാം, അരച്ചു. അപ്പോൾ ഇതെല്ലാം അരച്ചു വന്നിട്ടുണ്ട് മാമ്പഴം. നമുക്ക് തൂത്ത് വടിച്ചൊക്കെ എടുക്കണം ഇതിൽ നിന്ന്. ഞാനിപ്പോൾ ഇതുകൊണ്ടാണ് എടുക്കണം കേട്ടോ. ഞാൻ മിക്സി കഴുകി എടുത്തിട്ടുണ്ട്, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പുട്ടിൻ്റെ ഞാൻ ഇപ്പോൾ അളന്നൊന്നും പൊടി ഇടുന്നില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശത്തിലാണ് ഞാൻ പൊടി ഇടാൻ പോകുന്നത് കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പൊടി ഇടാറ്. അതിൻ്റെ കണക്കിലാണ് ഇപ്പോൾ എടുത്തേക്കണത് കേട്ടോ. ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശകലം മതി. നമുക്കിത് നനച്ചു കൊടുക്കാം. ഇതിപ്പോൾ ലൂസാണ്. ആ പുട്ടിന് പൊടി ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. നനച്ചെടുക്കാം. ശകലവും കൂടി പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. ഇത്തിരി ലൂസായിപ്പോയി. ഇതിപ്പോൾ കുതിർന്ന് വരുമ്പോൾ ഈ മാവ് നനച്ചത് റെഡിയാവും കേട്ടോ. ഒന്ന് കുതിർന്ന് മൂടി വയ്ക്കാം നമുക്കിത്.
ഈ കുക്കറിലാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചോട്ടെ. നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മാവ് ഏതാണ്ട് പൊടിയെല്ലാം കുതിർന്ന് മാവിൽ കിടന്ന് മാമ്പഴത്തിൻ്റെ ചാറിൽ കിടന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പുട്ടുണ്ടാക്കാം. ഇപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെള്ളം ഒന്ന് തിളച്ചോട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി തേങ്ങ ഇട്ടിട്ട് കുറച്ച് തേങ്ങ ഇടാം. ഇത് വയ്ക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. പാത്രം കൊണ്ട് ആവി വന്നോട്ടെ. ഒരു ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അതിൻ്റെ മണമൊക്കെ നല്ല മണമുണ്ട്. മാമ്പഴത്തിൻ്റെ മണവും ജീരകത്തിൻ്റെ മണവും നല്ല മണം വരുന്നുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുന്നൊരു മാമ്പഴപ്പുട്ടാണത്. അന്നേരം ഈ കളറ് കണ്ടിട്ട് കഴിച്ചോളും. സാധാരണ പുട്ടിന് നമുക്ക് വെള്ള കളറും ഗോതമ്പിൻ്റെ ബ്രൗൺ കളറും ഒക്കെ അല്ലേ. അപ്പം ഈ മഞ്ഞപ്പുട്ട് കാണുമ്പോൾ പിള്ളേർ കഴിച്ചോളും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. സ്റ്റൗ ഒന്ന് തീരുതാക്കി വെക്കട്ടെ.
അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മാമ്പഴപ്പുട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊന്ന് ആവി വന്നോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണം. അധികം അറിവൊന്നുമില്ല എനിക്ക്, എന്നാലും എൻ്റെ ഒരു ബുദ്ധി അനുസരിച്ച് ഞാൻ ചെയ്യണതാണ്. ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ ബുദ്ധി പ്രയോഗിച്ച് ചെയ്യുന്ന വീഡിയോയാണിത്. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഈ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അടുത്തതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. മാമ്പഴപ്പുട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പരിപാടിയാണ്. എന്നാലും മാമ്പഴം മിക്സിയിൽ അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് മാവിട്ട് ഉപ്പും ഇട്ട് ഇത്തിരി ജീരകമോ ഏലക്ക എന്തെങ്കിലുമൊക്കെ ഇടാം. അതിട്ട് കുഴച്ച് പരുവത്തിന് കുഴച്ചെടുക്കണം. ആവശ്യമുള്ള മാവ് അംഗങ്ങളനുസരിച്ച് നിങ്ങൾക്ക് മാവ് എത്ര വേണമെങ്കിലും ചേർക്കാം. അതനുസരിച്ച് മാമ്പഴവും ചേർക്കണം കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആ ടേസ്റ്റ്, മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോകും. അതിന് കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഈ പുട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. പുട്ട് മൂന്നും റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എനിക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.